നമസ്കാരം. ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാര് ഇന്ത്യയില് വേറെ എവിടെയും ഉണ്ടാവില്ലല്ലേ? നമ്മളെ മലയാളികളല്ലാതെ. നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ദിവസവും ഓരോ ഫ്ലക്സ് ഇങ്ങനെ വരാണ്. ബ്രസീലിന്റെ, പോർച്ചുഗലിന്റെ, അർജന്റീനന്റെ, ഇംഗ്ലണ്ട് എല്ലാ ടീമിന്റെയും ഫ്ലക്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങുമ്പോൾ കേരളക്കാർക്ക് രാജ്യങ്ങളൊക്കെ മാറാണ്. കുറേ ആൾക്കാര് ബ്രസീലുകാരാകുന്നു, അർജന്റീനക്കാരാകുന്നു, പോർച്ചുഗലിലാകുന്നു. ഭയങ്കര രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരളക്കാർക്ക് എന്ന് പറഞ്ഞാല് ഫുട്ബോളിനോടുള്ള ഭ്രാന്തുണ്ടല്ലോ. അത് ഭയങ്കരാട്ടോ. അത് ലോകത്ത് എല്ലായിടത്തും അത് അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലെക്സ് നമ്മള് ഓരോ പ്ലേയേഴ്സിന്റെ ഒക്കെ കട്ടൗട്ട് വെക്കുന്നതും അതിന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമില് ബ്രസീൽ ഫാൻസ്, അർജന്റീന ഫാൻസ് ഒക്കെ പല രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് നമ്മളെ കേരളാണ്. അപ്പൊ നമുക്കത് ഭയങ്കരം എന്താ പറയാ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷാട്ടോ. നമ്മളെ കേരളക്കാര് ഇത്രയും ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം കാണുകയാണ്. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഇന്ത്യ എപ്പോഴാണ് ലോകകപ്പ് കളിക്കാന്ന് ഭയങ്കര ഒരു എന്താ പറയാ നമുക്കൊരു പ്രതീക്ഷ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന കാര്യം. എപ്പോഴായിരിക്കും ഇന്ത്യ ഫുട്ബോൾ ലോകകപ്പ് കളിക്കാന്ന്? നമ്മളെ ഒരു മലയാളി താരം തഹസിൻ ഇപ്പൊ ഖത്തറിന് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റത്തിന്റെയോ അല്ലെ നമ്മുടെ ഫെസിലിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ എത്താത്തതെന്ന് അറിയില്ല. കാരണം നമുക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഓരോ ടീം ഉണ്ടാവല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തില് അല്ല എൻ്റെ ഒരു ആഗ്രഹം ഈ വർഷം പോർച്ചുഗലിന് വേൾഡ് കപ്പ് കിട്ടണമെന്നാണ്. കാരണം മെസ്സിക്കും അല്ലെങ്കിൽ നെയ്മറിന്റെ ബ്രസീലിനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം പുള്ളിയുടെ ഒരു ഇതിലാണ് പോർച്ചുഗലൊക്കെ ഇത്രയും ഇതിലെത്തിയിട്ടുള്ളത്. പക്ഷേ പണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. പക്ഷെ ഇപ്പം പോർച്ചുഗലിൽ നല്ല സെറ്റായ ആൾക്കാരുണ്ട്. ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഇത് പറ്റിയൊരു അവസരമായിരിക്കും ക്രിസ്ത്യാനോയുടെ ടീമിന്. അപ്പോൾ പോർച്ചുഗലിൽ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് കൊണ്ടുപോകട്ടെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. നിങ്ങളുടെ ടീമും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ വർഷത്തെ ഫുട്ബോൾ ലോകകപ്പ് ഏത് രാജ്യമാണ് കൊണ്ടുപോകാന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ വർഷത്തെ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ ഉണ്ടല്ലോ. അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരിക്കും ഏറ്റുമുട്ടാന്ന്. കറക്റ്റ് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യ്.